എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നില്ല, അത്രയും രുചിയുള്ള 2 പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ആവണോ ഈ പുഡിങ്, ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ബട്ടർ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ഞാൻ റെഡിയാക്കുന്നത്. കൂടുതൽ പാൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. നിങ്ങളിപ്പോൾ വാനില കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ വാനില എസൻസ് ഇങ്ങനെ വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വാനിലൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ബാക്കി ഷുഗറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, ഇതുപോലത്തെ ഒരു പാക്കറ്റ് അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അഗർ പൗഡർ എന്ന് പറയുമ്പോൾ ചൈന ഗ്രാസിൻ്റെ പൗഡറാണ്. നിങ്ങൾ പൗഡർ അല്ലാതെ ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മധുരം ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ എങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കുക. ഉപ്പുള്ളതാകുമ്പോൾ ഈ പുഡിങ്ങിന് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉപ്പില്ലാത്ത ബട്ടറും കൂടെ ചേർത്തിട്ട് അടുപ്പിലേക്ക് മാറ്റുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. പാല് ചൂടാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. പിന്നെ പാല് ചൂടാവാൻ വെച്ച് കഴിഞ്ഞാൽ കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതിൽ കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ചൈന ഗ്രാസ് പൗഡറും ഒക്കെ ചേർത്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തിക്കായി തുടങ്ങും, അതുപോലെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് ചൂടായി, ആ ഇട്ട് കൊടുത്ത ബട്ടറൊക്കെ മെൽറ്റായി, എല്ലാം നല്ലതുപോലെ മെൽറ്റായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി ഒരു 2-3 മിനിറ്റോളം തിളച്ചാൽ മതി ഈ ഒരു രീതിയിൽ. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ തിക്കായി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം 5 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. നിങ്ങൾ ചെറിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 എണ്ണം എടുത്തോളൂ. ഇതാ ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ഒന്ന് സോക്കാവണം ഈ ഒരു മിക്സിൽ. അപ്പോൾ അതിന് കണക്കായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചൂട് കൊണ്ട് തന്നെ ബ്രെഡ് നന്നായിട്ട് സോക്കായി കിട്ടിക്കോളും. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലോണം അങ്ങ് ചൂട് പോകണ്ട, അന്നേരം ഇത് സെറ്റായി പോകും. അതുകൊണ്ട് ആ ഒരു പുകയെല്ലാം അങ്ങ് പോയി ഒന്ന് അത്യാവശ്യം നമുക്ക് മിക്സിയിൽ അടിക്കാൻ പാകത്തിനുള്ള ചൂട് പോയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൂട് പോകാനായിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചൂടെല്ലാം പോയിട്ടുണ്ട്, നല്ലോണം പോയിട്ടില്ല, എന്നാലും ആ ഒരു മിക്സിയിലിട്ട് അടിക്കേണ്ട പാകത്തിനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിക്കായി പോവും. അതുകൊണ്ട് അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ പുഡിങ് ട്രേ ആണ് എടുത്തിന്. അതിലേക്ക് ഇതാ ആദ്യം അടിച്ചത് മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. അതിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ട്രേയിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രേയിൽ തന്നെ ഇവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ അധികം തിക്കായിട്ടല്ല, കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ 2 ട്രേയിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ളത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിന്. അടുത്ത ട്രേയിലും ഇതുപോലെ ഒന്ന് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് നന്നായിട്ട് സെറ്റാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത പീനട്ട് അതിൻ്റെ തൊലിയോട് കൂടെ തന്നെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ക്രഷാക്കി എടുക്കലെന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ക്രഷാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പീനട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ ക്രഷാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ കാരാമലൈസ് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ടിട്ട് ചെയ്തെടുക്കാം. പീനട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിതൊരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് ഈ ഒരു ബട്ടർ പുഡിങ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പാർട്ടികളിലോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതും അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പുഡിങ്ങാണ്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നില്ല. അത്രയും നല്ല രുചിയുള്ള നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഈദിനും പാർട്ടികളിലൊക്കെ തിളങ്ങാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗളിലേക്ക് 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ നല്ലോണം ചൂടുള്ള പാലോ ഒഴിച്ചു കൊടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറു ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ചൂട് പോവണം. അപ്പോൾ പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുള്ള പാലാണ് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുള്ള പാലെടുക്കാൻ പറഞ്ഞത്. നല്ലോണം ചൂടുള്ള പാലെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബൂസ്റ്റും കണ്ടൻസ് മിൽക്കും ഒക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1.5 കപ്പാണ് എടുത്തത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം. പിന്നെ ഞാൻ എടുത്തത് ഷുഗർ ചേർന്നിട്ട് വരുന്ന വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾ എടുക്കുന്നത് ഷുഗർ ചേരാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇതിൽ മധുരത്തിന് കണക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗർ പൗഡറോ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ബീറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മൾ പാത്രം ഇങ്ങനെ കമത്തുന്ന സമയത്ത് താഴേക്ക് പോകാൻ പാടില്ല. ഇതാ ഇതുപോലെ സ്പാച്ചുല കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ താഴത്തേക്ക് പോകരുത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മാൾട്ടീസ് മിഠായി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിഠായി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും മിഠായി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനിതാ ഇതുപോലൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ചോപ്പറിൽ അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിലിപ്പോൾ മിഠായിയൊന്നും ഇല്ലെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് എടുത്താൽ മതി. പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ എടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം.
എന്നിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. ബ്രെഡിനൊരു അളവൊന്നുമില്ല. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബൂസ്റ്റിൻ്റെ മിക്സ് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഫുൾ കവറാകുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്രെഡിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം വെച്ച് കൊടുക്കാൻ. ബ്രെഡെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ക്രീം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മിഠായി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. മിഠായി ഇല്ലെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബൂസ്റ്റിൻ്റെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാം ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മുകൾ ഭാഗം ഷേപ്പാക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ലെയറാക്കി എടുത്താൽ മതി. വിപ്പിംഗ് ക്രീമെല്ലാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പൊടിച്ചെടുത്ത മിഠായി വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. കൈകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തിപ്പുറത്തെല്ലാം ആവുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ടാവുമ്പോൾ നല്ലതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നടുവിലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ മിഠായിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ ഹണി അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വരാം. ഒരു 2 മണിക്കൂറോളം വെക്കുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ തണുത്ത് സെറ്റായി കിട്ടും. അതിനുശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ 2 പുഡിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു ഈദിന് ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.